ഇന്ന് ചെറിയൊരു ഓർമ്മ പുതുക്കലായാലോ? നമ്മുടെ കുട്ടിക്കാലത്ത് സവോളയും തക്കാളിയും വെണ്ടയ്ക്കും എല്ലാം വെട്ടിയെടുത്ത് അതിൽ പെയിന്റ് അടിച്ച് പൂക്കളും ഇലകളും ഒക്കെ വരയ്ക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ആ പരിപാടിയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. മീനിന്റെ മണം അടിച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച ഏത് പാതാളത്തിൽ നിന്ന് കയറി വരൂലേ. ഞാനിവിടെ പെയിന്റ് എടുത്താലും ഇതാണ് അവസ്ഥ. എന്റെ ചെറുക്കൻ ഓടി വരും. കൂടെ ഒരു സവോളയും കൂടെ കണ്ടപ്പോൾ സമ്പൂർണ്ണം. പിന്നെ ഒന്നും നോക്കിയില്ല. വെജിറ്റബിൾ പെയിന്റിങ്ങിനെ ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് ഞാൻ അങ്ങ് പ്രഖ്യാപിച്ചു. ഇതാണ് കേട്ടോ എന്റെ വക. ഇനിയാണ് ചെക്കൻ വീട്ടുകാരുടെ നല്ല കിടക്കാച്ചി ഐറ്റം വരുന്നത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ കലാപരിപാടിയാണ് അവൻ ഉള്ളം കയ്യിൽ കാണുന്നത്. ഒരു പെയിന്റും ബ്രഷും ഒക്കെ കൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പിള്ളേരും ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. നമ്മൾ പഴയ തലമുറക്കാര് പുതിയ തലമുറക്കാർക്ക് നമ്മുടെ അറിവുകളൊക്കെ പകർന്നു കൊടുക്കണമല്ലോ. ഇതിപ്പോൾ വലിയ അറിവായി പോയി എന്ന കാര്യം മനസ്സിൽ വിചാരിക്കേണ്ട. ഇതും ഒരു അറിവ് തന്നെയാണ്. അവനിങ്ങനെ സവോള വെച്ചിട്ട് അമർത്തി കഴിയുമ്പോൾ അതിങ്ങ് പതിയുന്നില്ലായിരുന്നു. അപ്പോൾ ചുറ്റിക പോലെ അവൻ്റെ മറ്റേ കൈ വെച്ചിട്ട് ഇടിച്ചിട്ടൊക്കെയാണ് അവൻ പതിയിപ്പിച്ചത് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ട് അവരോട് ഇത് കാണാൻ എന്ത് ഭംഗിയാന്ന് പറയുമ്പോഴത്തേനും സ്വർഗ്ഗം കിട്ടിയ പോലെ ഒരു ചിരിയുണ്ട് അവരുടെ മുഖത്ത്. ഇങ്ങനത്തെ അവസരങ്ങളിലാണ് അമ്മയായതോർത്ത് കൂടുതൽ സന്തോഷമാവുക. എല്ലാ മക്കളെയും സന്തോഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരുടെ അമ്മയായിരിക്കുമല്ലോ. വരെയും കുറിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മനോട് ചോദിച്ചു ഏതാ കൂടുതൽ ഇഷ്ടമായിരുന്നു. അവൻ പറയാം അമ്മയുടെയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവൻ്റെയാണ്. കാരണം പ്രായങ്ങൾ തമ്മിലുള്ള അന്തരം ചില്ലറയൊന്നും അല്ലല്ലോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? 11 ആണ് ഇനി മുതലുള്ള എൻ്റെ ക്രൈം പാർട്ട്ണർ.